الله وبركاته. الحمد لله وحده، والصلاة والسلام على من لا نبي بعده، وعلى آله وصحبه ومن تبع رشده. أما بعد، اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين، والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا لا يحل لكم أن ترثوا النساء كرها ولا تعضلوهن لتذهبوا ببعض ما آتيتموهن إلا أن يأتين بفاحشة مبينة وعاشروهن بالمعروف فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. അനെ സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, ശ്രോതാക്കളെ, സർവശക്തനെ ഭയപ്പെട്ട് ജീവിക്കുക, ഉപദേശങ്ങൾ നിട്ട് പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ പരിശ്രമിക്കുക, കൃത്യമായി 5 വക്ത് നമസ്കാരം അതിൻ്റെ സമയത്ത് പള്ളിയിൽ വെച്ചിട്ട് ജമാഅത്തോടുകൂടി നമസ്കരിക്കുക എന്നത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണെന്ന് ഓർത്തുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്താനും ശ്രദ്ധ ചെലുത്തുക. വീട്ടിലോ പള്ളിയിലോ എവിടെയാണെങ്കിലും കൃത്യമായി നമസ്കരിച്ച് ഇസ്ലാമിക പർദ്ദയിൽ ചടഞ്ഞൊതുങ്ങി റബ്ബിനെ പ്രീതിപ്പെടുത്താൻ നമ്മിൽ നിന്നുള്ള സ്ത്രീകളും ശ്രദ്ധിക്കുക. അള്ളാഹു ഇതിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതായ സബ്ജക്റ്റ് ഇസ്ലാമിക് ഹിസ്റ്ററി, അല്ലെങ്കിൽ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സീറ എന്നതാണ്. നബിയുടെ സീറയിൽ അതിൻ്റെ മുഖവര എന്നോണം പല കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രധാന ഘടകമാകുന്ന നുബുവത്ത്, അതിൻ്റെ പ്രാരംഭം, ബിഅ്സത്ത്, അതിൻ്റെ ഉത്ഭവം, വഹി, അതിൻ്റെ തുടക്കം എന്നീ കാര്യങ്ങളിലേക്കൊന്നും നാം പ്രവേശിച്ചിട്ടില്ല താനും. അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും, റബ്ബ് തൗഫീഖ് ചെയ്താൽ അത് പരിപൂർണമാക്കാൻ അള്ളാഹുവിൻ്റെ തഖ്ദീറും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവും നമ്മെ വർഷിക്കുമെന്ന് നമുക്ക് പരിപൂർണ പ്രതീക്ഷയുണ്ട്. സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ പ്രാരംഭ ഘട്ടം നുബുവത്തിന് മുമ്പുള്ളതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ ചർച്ചക്കെടുത്തിരുന്നത്. ആ കാര്യങ്ങൾ ചർച്ച ചെയ്തതായ സന്ദർഭത്തിൽ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്നതായ പല അനിസ്ലാമിക പതിവുകളും ആചാരങ്ങളും അനാചാരങ്ങളും, അതിൽ നിന്ന് ഇസ്ലാം സ്ഥിരീകരിച്ച ആചാരങ്ങളും ഒക്കെ താരതമ്യേന പഠനം നടത്തി ചെറിയ രൂപത്തിൽ സംസാരിക്കുകയായിരുന്നു നാം. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. ഇവൻ അത്തരം കാര്യങ്ങൾ ഹദീസുകളുടെ വെളിച്ചത്തിൽ പറഞ്ഞതായ സന്ദർഭങ്ങളൊക്കെ. എന്നാൽ ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ഷോർട്ടായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവായ മഹദിയായ ഉമ്മുൽ മുഅ്മിനീനായ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹയുമായി ഉണ്ടായതായ ബന്ധത്തെക്കുറിച്ചാണ്, അഥവാ അവരെ ഭാര്യയായി സ്വീകരിച്ച കല്യാണത്തെക്കുറിച്ചും സിവാജിനെക്കുറിച്ചും അതിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സിവാജികൾ, കല്യാണങ്ങൾ, നിക്കാഹുകൾ ഏത് രൂപത്തിലാണ് എന്നും അതിൽ നിന്ന് ഏത് രൂപത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയുമായിട്ട് വീട്ടുകൂടിയ സന്ദർഭത്തിൽ, നിക്കാഹ് കഴിച്ച സന്ദർഭത്തിൽ സ്വീകരിച്ചത് എന്നതും
നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇസ്ലാമിൽ അംഗീകരിച്ചതായ നിക്കാഹിൻ്റെ രൂപങ്ങളും അതിൽ വിപരീത രൂപങ്ങളും ഗ്രഹിക്കാനും അതോടൊപ്പം സാധിക്കുന്നതായിരിക്കും. അപ്രകാരം തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവരൊരു ദൂതരാവാൻ പോകുന്ന വ്യക്തിയാണ് എന്നതിലേക്കുള്ള സൂചന എന്നോണം ഇർഹാസാത്ത് എന്ന അറബി ഭാഷയിൽ നാം പഠിച്ച ആ പേരിലൂടെയാണ് അറിയപ്പെടാറുള്ളത്. അങ്ങനെയുള്ള അത്ഭുത സംഭവങ്ങൾ, മുഅ്ജിസാത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നുബുവത്ത് കിട്ടിയ ശേഷമാണെങ്കിൽ നാം പറയാറുള്ളതായ ഇസ്തിലാഹി സാങ്കേതിക പദമാണ് മുഅ്ജിസാത്ത്. അതിൻ്റെ മറ്റൊരു അർത്ഥം ഉൾക്കൊള്ളുന്നതാണ് ഇർഹാസാത്ത്. അത് യഥാർത്ഥത്തിൽ നബിയുടെ ജീവിതത്തിൽ നബിക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ തുറിച്ച് കണ്ടിരുന്നു എന്ന് നാം ഇവിടെ മനസ്സിലാക്കി. വാസ്തവത്തിൽ നിക്കാഹ് എന്ന് നാം പറയുമ്പോൾ ഇസ്ലാം വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന നിക്കാഹ് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ശൈലിയാണ്. കാരണം നാം പഠിച്ചതായ നിക്കാഹ് ഇസ്ലാമിക നിക്കാഹ് ആയതുകൊണ്ട് തന്നെ. പക്ഷെ അതിൻ്റെ വിപരീതം മനസ്സിലാക്കുമ്പോഴാണ് ഖുർആനിൽ പലയിടങ്ങളിൽ പല ശൈലിയിലായിട്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഇസ്ലാമിക നിക്കാഹിനെ സ്ഥിരീകരിച്ച് സിനയെ വിരോധിച്ച് സംസാരിക്കുന്ന ശൈലിയിലെല്ലാം മുമ്പുള്ളതായ അനിസ്ലാമിക നിക്കാഹുകളിലേക്ക് സൂചന നൽകുന്നുണ്ട്. അപ്രകാരം തന്നെ സഹീഹായ ധാരാളം ഹദീസുകളും അത്തരം കാര്യങ്ങളിലേക്ക് സൂചന നൽകുന്നുണ്ട്. സഹീൽ ബുഖാരി പരിശോധിച്ചാൽ കാണാവുന്നതാണ്. സഹീൽ ബുഖാരിയിൽ കിതാബുൻ നിക്കാഹിൽ തന്നെ പണ്ടുള്ളതായ നിക്കാഹുകൾ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന നിക്കാഹുകൾ, അത് ഒന്ന് ഒരു മനുഷ്യൻ അവൻ്റെ കീഴിലുള്ളതായ സ്ത്രീകൾ, പെങ്ങൾ അല്ലെങ്കിൽ മക്കൾ പോലോത്ത വിഭാഗത്തെ നാം ഇപ്പോൾ കാട്ടാറുള്ളത് പോലെ ഒലിയിനെ നിർണയിച്ചുകൊണ്ട് ആ പെണ്ണിനെ അവൻ്റെ നേതൃത്വത്തിൽ തന്നെ അവൾ സമ്മതിക്കുന്നതായ വരനെ സെലക്ട് ചെയ്തിട്ട് ആ വരന് കെട്ടിച്ചു കൊടുക്കുക എന്നതാണ്. സദാഖോട് കൂടി തന്നെ ഉണ്ടായിരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് ചില ഹദീസുകളിലൂടെ. സദാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഹർ. സദാഖ് എന്ന് പറഞ്ഞാൽ മഹറാണ്. മനസ്സിലായില്ലേ? മഹർ എന്ന് പറഞ്ഞാൽ അറബിയാണ്. അതിൻ്റെ മറ്റൊരു അറബി വേർഡാണ് സദാഖ് എന്നത്. എന്നാൽ അത് ആ ശൈലി നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. അത് ബുഖാരിയിൽ തുടക്കത്തിൽ അതാണ് എന്നതുകൊണ്ട് ഞാൻ അതാദ്യം വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അപ്രകാരം തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ മറ്റൊരു രൂപമുണ്ടായിരുന്നു. അതും ബുഖാരിയിൽ തന്നെ ഇതേ ഹദീസിൽ തന്നെ കാണാവുന്നതാണ്. അതിന് വേണമെങ്കിൽ അവർ പണ്ട് വെച്ചതായ പേര് ഇസ്തിബ്ആദ് എന്നാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വ്യക്തി അവൻ്റെ കൂടെയുള്ളതായ പെണ്ണ് ഉള്ളതോടൊപ്പം അതേ പെണ്ണിനെ തന്നെ മറ്റൊരു വ്യക്തിയിലേക്ക് ഇന്നത്തെ ഭാഷയിൽ വ്യഭിചാരത്തിന് വേണ്ടി അയക്കുക. എന്തിനാണ്? ഒന്നിരിക്കലോ അവളിൽ കുട്ടി ജനിക്കുന്നില്ല, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയിൽ നല്ല ഭംഗിയും ചൊങ്കും കാണുന്നു. ആ വ്യക്തിയിൽ നിന്നിട്ടാണ് വ്യഭിചാരം, നമ്മുടെ ഭാഷയിൽ വ്യഭിചാരം നടക്കുന്നതെങ്കിൽ എൻ്റെ ഭാര്യയിലൂടെ നല്ല രൂപത്തിലുള്ള കുട്ടി ജനിക്കട്ടെ എന്ന പ്രതീക്ഷ. ഇത് നമ്മുടെ ഭാഷയിൽ ഇപ്പോൾ എന്താണ് അതിൻ്റെ പേര്? വ്യഭിചാരമെന്നാണ്. എന്നാൽ പണ്ട് അവർ ഇസ്തിബ്ആദ് എന്ന പേരിൽ ജാഹിലിയ്യ കാലഘട്ടത്തിൽ അവർ നന്നായി കണ്ടിരുന്നു. അപ്രകാരം തന്നെ എന്നിട്ട് ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, അഥവാ ഗർഭം ധരിച്ച്, അഥവാ നമ്മുടെ ഭാഷയിൽ വ്യഭിചാരത്തിലൂടെ ഗർഭം ധരിച്ച് ആ കുട്ടിയെ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഒന്നിരിക്കൽ അവൻ തന്നെ തുടർന്നു പോവുക, ആ ഭാര്യയെ അവൻ തന്നെ തുടർന്നു പോവുക, അവൻ്റെ കുട്ടിയായി അംഗീകരിക്കുകയും ചെയ്യുക ഇഷ്ടമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ കുട്ടിയെ വിടുകയും ചെയ്യുക. അഥവാ
ആരാണ് വ്യഭിചരിച്ചത് അവനായിരിക്കും, അവൻ്റെ പേരിലായിരിക്കുമായി മാറുക. ഈ വിശദീകരണം ഹദീസിലില്ല, അതിൻ്റെ ഷോർട്ടായ ഭാഗമേ ഹദീസിലുള്ളൂ. എന്നാൽ ഇവ 2 രൂപമായി. മൂന്നാമത്തെ രൂപം ധാരാളം 8-10 കുറവുള്ളതായ പുരുഷന്മാർ ഒരു പെണ്ണിനെ ഭാര്യയായി അംഗീകരിച്ചുകൊണ്ട് എല്ലാവരും മാറി മാറി അവളുമായി ബന്ധപ്പെട്ട് എന്നിട്ട് കുട്ടിയുണ്ടായിക്കഴിഞ്ഞാൽ അവളെ ബന്ധപ്പെട്ടതായ ആൾക്കാരെയെല്ലാം ഒരുമിച്ച് കൂട്ടിയതിൻ്റെ ശേഷം ഇത് നിൻ്റെ ആളാണ്, നിൻ്റെ കുട്ടിയാണ് എന്ന് മുഖം നോക്കി സെലക്ട് ചെയ്ത് ആ കുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കലും പിന്നെ ആ വ്യക്തിയിലേക്ക് കുട്ടിയെ ചേർക്കലും. അപ്പോൾ അവരുടെ പതിവ് അങ്ങനെ ആയതുകൊണ്ട് ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആ പതിവായതുകൊണ്ട് എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടുന്നതും എന്നിട്ട് ഇവൾ തീരുമാനിക്കുന്ന വ്യക്തി ആ കുട്ടിയെ കൊണ്ടുപോകുന്നതും ആയിരിക്കും. അത് മൂന്നാമത്തെ രൂപമാണ്. നാലാമത്തെ രൂപം അന്ന് തന്നെ അവർ ഇഷ്ടമുള്ളതായ നാലാമത്തെ രൂപത്തിൽ യഥാർത്ഥത്തിൽ ഖുറൈശികൾ അടിമകളിലെ അടിമ സ്ത്രീകളിലെ ചെയ്യാറുള്ളൂ. അത് ശരിക്കുള്ള വ്യഭിചാരം എന്ന് നാം ഇപ്പോൾ പറയുന്ന രൂപത്തിൽ തന്നെ വ്യഭിചാരത്തിന് വേണ്ടി വീട് തുറന്നു കൊടുക്കുക, എന്നിട്ട് ഇഷ്ടമുള്ളവർ വന്ന് വ്യഭിചാരം ചെയ്തു പോവുക, എന്നിട്ട് ആ കുട്ടിയെ ഫാക്കയിൽ കൂടി എന്ന് പറഞ്ഞാൽ ഇത് കോലം മനസ്സിലാക്കിയിട്ട് കുട്ടിയുടെ കോലം ഈ വ്യഭിചരിച്ചവരിൽ നിന്നിട്ട് ആരെ കോലമാണ് വരുന്നത് ആ വ്യക്തിയിലേക്ക് ചേർത്ത് പറയുക എന്ന രൂപമാണ്. ഇത് ഇസ്ലാമിക വീക്ഷണത്തിൽ തുടക്കത്തിൽ പറഞ്ഞതല്ലാത്തതെല്ലാം എന്താണ്? വ്യഭിചാരമാണ്. തുടക്കത്തിൽ പറഞ്ഞതല്ലാത്തതെല്ലാം വ്യഭിചാരമാണ്. എന്നാൽ ഇത് എന്തിനാണ് നമുക്ക് ഹദീസിലൂടെ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസായിട്ട് വിവരിക്കുന്നു? ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്നതായ ആ അന്ധകാരമാകുന്ന കാർമേഘങ്ങൾ മൂടപ്പെട്ട കാലഘട്ടങ്ങളിൽ വ്യാപകമായിരുന്നതായ അനാചാരങ്ങളുടെ രൂപത്തിൽ ഒന്നാണ് എന്ന് മനസ്സിലാക്കാനും ഇസ്ലാം വിശേഷിപ്പിച്ച, ഇസ്ലാം സ്ത്രീകരിച്ച, ഇസ്ലാം അംഗീകരിച്ചതായ നിക്കാഹിൻ്റെ പ്രത്യേകത എത്ര മാത്രമുണ്ട് എന്നതും മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് അങ്ങനെ തന്നെ ഹദീസിൽ വിശദീകരിച്ചത്. എന്നാൽ ഇസ്ലാം സ്ത്രീകരിച്ചത് എന്തായിരുന്നു? ഇസ്ലാം സ്ത്രീകരിച്ചത് നാം തുടക്കത്തിൽ പറഞ്ഞതായ ശരിക്ക് ഒരു വ്യക്തി ആ വ്യക്തിയുടെ മകളെ അല്ലെങ്കിൽ പെങ്ങളെ, അവൻ്റെ കസ്റ്റഡിയിലുള്ളതായ പെണ്ണിനെ എന്ത് ചെയ്യുക, അവളെ ഖിത്ബ നൽകാൻ, അഥവാ ഖിത്ബ എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ട് പറയാൻ വേണ്ടി വരുന്നതായ ആ വ്യക്തി അവർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നടക്കുന്നത് പോലെ സെലക്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർ തമ്മിൽ ഞാൻ കെട്ടിച്ചു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിക്കാഹ് നടത്തുക, അതിൽ സദാഖ് നൽകുകയും ചെയ്യുക, അഥവാ മഹർ നൽകുകയും ചെയ്യുക. ഈ രൂപവും ജാഹിലിയ്യ കാലഘട്ടത്തിലുണ്ടായിരുന്നതായിരുന്നു. ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ് എന്ന നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓതിയതായ ഹദീസ് നിങ്ങൾ മറന്നു കാണുകയില്ല. എന്നെ നിയോഗിക്കപ്പെട്ടത് അഖ്ലാഖുകളിൽ നിന്നിട്ട് അതിൻ്റെ പരിപൂർണത കുറിക്കാനാണ്. അപ്പോൾ ഇസ്ലാം വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നതായ നല്ല നല്ല ആചാരങ്ങൾ, നല്ല നല്ല സമ്പ്രദായങ്ങൾ എന്തൊക്കെയുണ്ട്, അതിൽ ഇസ്ലാം അംഗീകരിക്കുന്നത്, ഇസ്ലാം ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് മാന്യമായി ചെയ്യാൻ പറ്റുന്ന, അനാചാരം ഇല്ലാത്തതായ, അതിർവിട്ട് കടക്കലില്ലാത്തതായ, അക്രമമില്ലാത്തതായ, അനീതിയില്ലാത്തതായ, അപ്രകാരം തന്നെ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ വ്യഭിചാരം ഇല്ലാത്തതായ ശൈലിയാണ്. അതുകൊണ്ട് തന്നെ ഈ കെട്ട് പറഞ്ഞ് അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കുക, സദാഖ് വാങ്ങുക എന്നീ രൂപത്തിലുള്ള നിക്കാഹ് മാത്രമാണ് ഇസ്ലാം സ്ഥിരീകരിച്ചത്, ഇസ്ലാം അംഗീകരിച്ചത്. മറ്റുള്ളതെല്ലാം ഇസ്ലാം ക്യാൻസൽ ചെയ്തു എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ ഈ പറഞ്ഞ രൂപമാണ് നമ്മുടെ നേതാവായ ഖദീജ റളിയല്ലാഹു തആല അൻഹയുമായിട്ട് അവരുടെ വാപ്പയിലൂടെ അല്ലെങ്കിൽ അവരുടെ എളാപ്പയിലൂടെ, സഹീഹ് എളാപ്പ എന്നതാണ്, വാപ്പാക്ക് വല്ല തടസ്സങ്ങളുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണുന്നു. അതിനെ വാപ്പയല്ല യഥാർത്ഥത്തിൽ നിക്കാഹ് ഏറ്റെടുത്തത്. അദ്ദേഹം സാധാരണ മസ്തുള്ള ആളായിരുന്നു എന്നത് കാരണത്താൽ അദ്ദേഹത്തെ ഒഴിവാക്കിയെന്നും അദ്ദേഹം നിക്കാഹ് നടത്തിയിട്ടില്ല എന്നും എളാപ്പയാണ് അത് നിക്കാഹ് നടത്തിയത് എന്നും ആണ് ഹദീസിൽ സഹീഹാക്കി കാണുന്ന അല്ലെങ്കിൽ സഹീഹാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഹദീസുകളിൽ കാണുന്നത്. അവിടേക്ക് എത്തുമ്പോൾ നമുക്ക് പറയാം. സഹോദരന്മാരെ, സഹോദരികളെ, എന്നാൽ യഥാർത്ഥത്തിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഇസ്ലാമിലൂടെ
വ്യഭിചാരത്തെ കർശനമായ ഭാഷയിൽ വിരോധിച്ചു എന്ന് നമുക്കറിയാം. ഇസ്ലാം വരുന്നതോടൊപ്പം നാം ഖദീജയുടെ നിക്കാഹ് പറയുമ്പോഴും ഇങ്ങനെയുള്ളതായ അനാചാരം അല്ലെങ്കിൽ അനിസ്ലാമിക നിക്കാഹിൻ്റെ കാര്യം പറയുമ്പോഴും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് തന്നതായ ആ ശുദ്ധിയുള്ളതായ രൂപം കൈക്കൊള്ളുമ്പോൾ ഉണ്ടാകുന്നതായ പ്രത്യേകത മനസ്സിലാക്കാൻ അനിവാര്യമാണ്. അത് ഇവിടെ സ്മരിക്കപ്പെടൽ. അല്ലദീന ലാ തദ്ഉന മഅല്ലാഹി ഇലാഹൻ ആഖറ, എന്താണ്? ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ വല്ലദീന, ശരി, അതൊക്കെ നീട്ടിപ്പറയേണ്ടി വരും. അല്ലദീന ലാ തദ്ഉന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ വ്യഭിചരിക്കുന്നതല്ല. അഥവാ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെ കുറിച്ച് അള്ളാഹ് എണ്ണിയ സന്ദർഭത്തിൽ അള്ളാഹു പറയുകയാണ്, അവർ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവരല്ല, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരല്ല, അള്ളാഹുവിനെ മാത്രമേ അവർ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ, അള്ളാഹുവോടുകൂടി മറ്റുള്ള ഇലാഹിനെ ആക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആരോടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? അവരോട് പ്രാർത്ഥിക്കുമ്പോൾ അവനോട് പ്രാർത്ഥിക്കുമ്പോൾ അത്, അഥവാ അള്ളാഹുവിനോടാകുമ്പോൾ അത് അള്ളാഹുവിനുള്ള ആരാധനയായി മാറുന്നു. ആ അള്ളാഹുവിന് കൊടുക്കുന്നതിനെ അള്ളാഹുവിൻ്റെ ഷിട്ടികൾക്കാക്കി മാറ്റുമ്പോൾ അത് വ്യക്തികളാവട്ടെ, വസ്തുക്കളാവട്ടെ, ജിന്നുകളാവട്ടെ, മലക്കുകളാവട്ടെ, അവരോടാകുമ്പോൾ ആ പ്രാർത്ഥന, ആ ആരാധന എന്ത് പറഞ്ഞാലും ദീനിൻ്റെ വീക്ഷണത്തിൽ വ്യത്യാസമില്ല. ആരാധന പ്രാർത്ഥനയാണ്, പ്രാർത്ഥന ആരാധനയാണ്. അത് ഷിട്ടികൾക്കാകുമ്പോൾ അത് ശിർക്കായി മാറുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള മഹാപാപം ചെയ്യാത്തവർ എന്ന് ഇബാദുർ റഹ്മാൻ എന്ന പ്രത്യേകത അള്ളാഹു എണ്ണി പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി. ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന, അവർ ഭൂമിയുടെ മീതെ വളരെ വിനയത്തോട് കൂടി നടക്കുന്നവരായിരിക്കും. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, അവര് ജനങ്ങളോട് ഖാതബഹുമുൽ ജാഹിലൂൻ, ജാഹിലീങ്ങൾ, അനാചാരം കാട്ടുന്നവർ, തോന്നിവാസം ചെയ്യുന്നവർ, വഴിതെറ്റി നടക്കുന്നവർ, അവരോട് സംസാരിച്ചാൽ, അവരോട് വേണ്ട രൂപത്തിൽ പെരുമാറിയാൽ അവര് സലാമുണ്ട് എന്ന് പറഞ്ഞ് ഫ്രീ ആയും അവിടുന്ന് ഒഴിവാകും. അവരോട് തർക്കിക്കാൻ നിൽക്കൂല, അവരോട് നേരിടാൻ നിൽക്കൂല, അവരോട് സലാമുണ്ടെന്ന് പറയും. ഖാലൂ സലാമ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, അവര് രാത്രി അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട്, സുജൂദ് ചെയ്തുകൊണ്ട്, നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച്, അള്ളാഹുവിനെ നമസ്കരിച്ച് രാത്രിയിൽ അള്ളാഹുവിനുള്ള ആരാധനയിൽ കഴിഞ്ഞുകൂടുന്നവരാണ്. യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. നാം ഒഴിവാക്കിയ, നാം പറഞ്ഞാൽ ഇവിടെ സദസ്യരല്ല, ഇന്നത്തെ മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷം ഒഴിവാക്കിയ ഒന്നാണ് എന്ത്? രാത്രി നമസ്കാരം. അള്ളാഹ് വളരെ ശക്തിയായി ഖുർആനിൻ്റെ പല ഭാഗങ്ങളിൽ ഊന്നിപ്പറഞ്ഞ ഭാഗമാണ് എന്ത്? രാത്രി നമസ്കാരം. എന്ന് മാത്രമല്ല, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, രാത്രി നമസ്കാരമാണ് ആദ്യമായി ഷർആക്കപ്പെട്ടത് മക്കയിൽ രാത്രി നമസ്കാരമാണ്. പിന്നെയാണത് 5 വഖ്ത് നമസ്കാരം എന്ന പേരിൽ നാം അറിയപ്പെടുന്ന ഫർള് നമസ്കാരമായി മാറിയത്. അതിനു മുമ്പ് മക്കയിൽ റസൂലും സഹാബത്തും നമസ്കരിച്ചിരുന്നത് രാത്രി നമസ്കാരമായിരുന്നു. والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട ഇബാദുർ റഹ്മാൻ, അള്ളാഹ് ഇഷ്ടപ്പെട്ട ദാസന്മാരെന്ന് പറയുന്ന വിഭാഗത്തിന്റെ പ്രത്യേകത അള്ളാഹു എണ്ണുകയാണ്. അല്ലദീന, ആരാണ് അവർ? പരലോകത്തിൽ മഹാഭയാനകമായ നരകത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തണമെന്ന് അള്ളാഹുവിനോട് കേണപേക്ഷിക്കും എന്നതാണ്. നമുക്കും എല്ലാ സന്ദർഭങ്ങളിലും നരകത്തിനെ പേടി വേണം. നരകത്തിനെ പേടിച്ചുകൊണ്ട് അതിൽ നിന്നിട്ട് മോചനം കിട്ടാൻ വേണ്ടി സദാ നമസ്കാരത്തിലും അല്ലാതെയും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. സഹോദരന്മാരെ, സഹോദരികളെ, നാം നമ്മുടെ ചർച്ചാ വിഷയമാകുന്ന വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ, അവര്
ലാ യദ്ഊന മഅ അല്ലാഹി ഇലാഹൻ ആഖറ, അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല. വലാ യഖ്തുലൂന നഫ്സല്ലത്തി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കാത്തതായ ആ മുഹറമാത്തുകളായ ദമിനെ, ചോരയെ അവരെ പിച്ച് ചീന്തുന്നവരല്ല, വധിക്കുന്നവരല്ല. അപ്രകാരം തന്നെ വലാ യസ്നൂൻ, ഈ മഹാപാപങ്ങളോട് കൂടിയാണ് അല്ലാഹ് എണ്ണിയത്. എന്ത്? വ്യഭിചാരം നടത്തുന്നവരല്ല. ഒമൻ യഫ്അൽ ദാലിക, വ്യഭിചരിക്കുക പോലോത്ത അതിനു മുമ്പ് പറഞ്ഞതായ ഈ മഹാപാപങ്ങൾ, മഹാദോഷങ്ങൾ ആരെങ്കിലും ചെയ്താൽ ഒമൻ യഫ്അൽ ദാലിക യൽഖാ അസാമാ, അവന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പാപം ഇത് പേറിയാളായി മാറുന്നതാണ്. അപ്പോഴോ അത്രയും മഹാപാപം പേറിയാളാവുമ്പോഴോ കഠിനമായ ശിക്ഷ അവർക്ക് ഇരട്ടി ഇരട്ടിയായി അല്ലാഹു പരലോകത്തിൽ നൽകുകയും ചെയ്യും. നിന്ദ്യനായി അവനെ ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട് നരകത്തിൽ കാലകാലമായിട്ട് ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരം എന്ന മഹാപാപത്തെ എണ്ണിയത് ശിർക്ക് ചെയ്യുന്നവരോടൊപ്പമാണ്. അപ്രകാരം അവകാശമില്ലാത്തതായ മഅസൂമായ ചോരയെ പിച്ച് ചീന്തുന്നവരോട് തുല്യപ്പെടുത്തിയിരിക്കുകയാണ്. അഥവാ കൊല്ലുന്നവരോട്, കൊലയോട് മഹാപാപമാണെന്നർത്ഥം. അപ്പോൾ അത്രയും മഹാപാപമായിരുന്നു ആ ജാഹിലിയ കാലഘട്ടത്തിലുള്ളതായ വിഭാഗം. ഇസ്ലാം വരുന്നതിന് മുമ്പ് ചെയ്തതായ ശൈലി, അതിൽ ഒരു ശൈലി മാത്രമാണ് ഇസ്ലാം അംഗീകരിച്ച ശൈലിയാകുന്ന, ഇസ്ലാം സ്ഥിരീകരിച്ച ശൈലിയാകുന്ന നിക്കാഹ് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നുള്ളൂ. ആ രൂപമാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ട് വരുന്നതായ നമ്മുടെ കഥയുടെ ഉടമയായ മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ, നമ്മുടെ എല്ലാം ഉമ്മയായ ഖദീജ ബിൻത് ഖുവൈലിദിൻ്റെ നിക്കാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമുമായി നടന്നതായ നിക്കാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, എന്നാൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ലാ യഹില്ലു ലക്കും അൻ തരിഥു നിസാഅ കർഹ, നിങ്ങൾ ഒരു മനുഷ്യൻ വഫാത്തായി കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യ ആ കുടുംബത്തിൽ തന്നെ നിൽക്കണം, പുറത്തു പോകാൻ പാടില്ല എന്ന നിഗമനം ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് ഇസ്ലാം പറയുന്നത് പറ്റൂല. അവൾ സ്വാതന്ത്ര്യമുള്ളവളാണ്. അവൾക്ക് ഇഷ്ടമുള്ള ഭർത്താവിനെ വേണമെങ്കിൽ സ്വീകരിക്കാം. ഭർത്താവ് മുമ്പത്തത് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനിച്ച തീരുമാനം, പണ്ട് ചെയ്തിരുന്ന തീരുമാനം, അത് നിർത്തണം, ഇസ്ലാമിൽ പാടില്ല എന്ന് വിരോധിക്കുന്നു. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച വ്യക്തിയുടെ ജ്യേഷ്ഠനോ അനുജനോ തന്നെ ആയിരിക്കണം ഈ പെണ്ണിനെ കെട്ടണമെന്ന നിർബന്ധം പുലർത്താൻ പാടുള്ളതല്ല. അവളുടെ ഇഷ്ടം, അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജ്യേഷ്ഠനെയോ അനുജനെയോ സ്വീകരിക്കാം. മനസ്സിലായില്ലേ? അപ്രകാരം തന്നെ അത് കാരണത്താൽ അവളെ നിർബന്ധിപ്പിക്കരുത്. അവൾക്ക് ഇഷ്ടമില്ല രൂപമാണെങ്കിൽ, ഇഷ്ടമില്ല അവൾക്ക് ജ്യേഷ്ഠൻ്റെ കൂടെ ഭാര്യയായി പോകാൻ, അല്ലെങ്കിൽ അനുജൻ്റെ കൂടെ ഭാര്യയായി പോകാൻ മരിച്ച വ്യക്തിയുടെ, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കൂടെ ഭാര്യയായി പോകാൻ ഇഷ്ടമില്ല എങ്കിൽ അവളെ നിങ്ങൾ നിർബന്ധിപ്പിക്കരുത് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു ഖുർആനിൽ പറയുന്നു. വലാ തൻകിഹു മാ നകഹ ആബാഉകും മിനൻ നിസാ, എന്ന് മാത്രമല്ല നിങ്ങളുടെ വാപ്പമാര് കല്യാണം കഴിച്ചതായ, മാ നകഹ ആബാഉകും, വാപ്പമാര് കല്യാണം കഴിച്ചതായ പെണ്ണുങ്ങളെ, ആ പെണ്ണുങ്ങളെ ഒരിക്കലും ആര് കല്യാണം കഴിക്കാൻ പാടുള്ളതല്ല, മക്കൾ കല്യാണം കഴിക്കാൻ പാടുള്ളതല്ല. ഈ വാപ്പയിലുള്ള മക്കൾ കല്യാണം കഴിക്കാൻ പാടുള്ളതല്ല. മനസ്സിലായില്ലേ? മരിച്ചുപോയ വാപ്പയുടെ മക്കൾ കല്യാണം കഴിക്കാൻ പാടുള്ളതല്ല. അവിടെ ഇല്ല മസലഫ, ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പ് നടന്ന സംഭവമല്ല, ഈ ആയത്തിറങ്ങിയ ശേഷം പാടില്ല എന്നാണ് എന്ന് അള്ളാഹു വിവരിക്കുകയും ചെയ്തു. അപ്രകാരം തന്നെ അപ്പോൾ അതിൻ്റെ നേരെ വിപരീതം എന്താണ്? അനിസ്ലാമിക നിക്കാഹാണ്, ജാഹിലിയ കാലഘട്ടത്തിലുള്ള നിക്കാഹാണ്. അപ്രകാരം തന്നെ അൻ തജ്മഉ ബൈനൽ ഉഖ്തൈൻ, അനുജത്തി ജ്യേഷ്ഠത്തിമാരെ ഒരേ ഉമ്മയുടെ, ഇത് അറിയാത്തവർ മലയാളികളിൽ ഉണ്ട് എന്ന് എനിക്ക് ചോദ്യത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു മനുഷ്യൻ പറയാണ്, എൻ്റെ ഭാര്യയെയും ഭാര്യയുടെ അനുജത്തിയും ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞങ്ങൾ രണ്ടാളും സുഖത്തിൽ പോകുന്നുണ്ട് എന്ന്. ഏത് ചോദ്യം കേട്ടില്ലേ? നമ്മുടെ കൗമ ചോദിക്കുന്നത്. അത്രയും വിവരമില്ലാത്തവർ വരെ നമ്മുടെ കൗമിൽ മലയാളികളെന്ന് പറയുന്നവരിൽ ഉണ്ടായി എന്നർത്ഥം. ചോദ്യത്തിൽ വന്നതാണ് എനിക്ക്. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് എന്തേ പഠിക്കുന്നില്ല? ജഹിലാണ്, അറിവില്ലായ്മയാണ്.
അപ്പോൾ നമ്മുടെ പല നാട്ടിൽ നടക്കുന്ന പല പല അനാചാരങ്ങളുടെ ബാക്കിൽ പ്രവർത്തിച്ചത് ആ ജഹൽ ആണെങ്കിൽ അതുപോലെയുള്ള ഒരു ജഹലാണ് ഇവിടെയും പ്രവർത്തിച്ചത്. അറിവില്ലായ്മ എന്ന ജഹൽ, മനസ്സിലായില്ലേ? അപ്പോൾ അറിവില്ലായ്മ എന്ന ജഹലിന് അറിയലേ മാർഗമുള്ളൂ, വേറെ മാർഗമില്ല. സഹോദരന്മാരെ, സഹോദരികളെ, അതുപോലെ തന്നെ അപ്പോൾ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു? രണ്ട് ജ്യേഷ്ഠത്തി അനുജത്തിമാരെ ഒരാളുടെ ഭാര്യമാരാവാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴും അവിടെ അല്ലാഹു എന്ത് പറഞ്ഞിട്ടുണ്ട്? മുമ്പ് സംഭവിച്ച ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് എന്നല്ലാതെ മൗലൂനോട് ചോദിക്കുന്നതിന് മുമ്പല്ല. ഖുർആനിൽ ഈ ആയത്ത് പണ്ട് 1400 കൊല്ലം മുമ്പ് ഇറങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് പോകട്ടെ, അത് നടക്കട്ടെ, മനസ്സിലായില്ലേ? ആയത്തിറങ്ങിയ ശേഷമോ ഖിയാമത്ത് നാൾ വരെ ഉമ്മത്ത് മുഹമ്മദിൽ ആ രൂപം പാടുള്ളതല്ല എന്നർത്ഥം. അപ്പം അതിനു മുമ്പുള്ള രൂപം അതാണ് ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള നിക്കാഹ്, വിരോധിക്കപ്പെട്ട നിക്കാഹ് എന്നർത്ഥം. അതുപോലെ തന്നെ മുത്അത്തി എന്ന നിക്കാഹും ഇസ്ലാമിലുള്ളതല്ല. മുത്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെണ്ണിനെ 3 മാസത്തേക്ക് കല്യാണം കഴിക്കാം. 3 മാസത്തേക്ക് കല്യാണം കഴിച്ചിട്ട് പിന്നെ അവൾ 3 മാസം കഴിയുമ്പോൾ മുമ്പ് തന്നെ പറഞ്ഞ നിബന്ധന അനുസരിച്ചിട്ട് 3 മാസം തീയതി കഴിയുമ്പോൾ അവളുടെ തലാഖ് പോയി. പിന്നെ ഒരു സ്പെഷ്യൽ തലാഖ് ചെല്ലേണ്ട ആവശ്യമില്ല, തലാഖ് പോയി, മനസ്സിലായില്ലേ? ആ രൂപത്തിൽ നിക്കാഹ് മുമ്പേ കരുതിക്കൂട്ടി മുൻ തീരുമാനമെടുത്ത് കഴിക്കുക. അത് താൽക്കാലികമായി ഏതോ ഒരു പ്രത്യേക ചുറ്റുപാടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില യുദ്ധമേഖലകളിൽ അനുവദിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിച്ചു. പിന്നെ അവസാനമായിട്ട് ഇസ്ലാമിൻ്റെ വിധി ഉണ്ടായത് ആ നിയമമില്ല എന്നതാണ്, അത് മൻസൂഖാണ് എന്നതാണ്, അത് പാടില്ല എന്നതാണ്. അതാണ് ഒറിജിനൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവർ മനസ്സിലാക്കുന്ന രീതി. അപ്പോൾ ഈ രീതിക്ക് വിപരീതം എല്ലാം അനിസ്ലാമിക നിക്കാഹാണ് എന്നർത്ഥം. അതെ, നിക്കാഹ് കഴിക്കുമ്പോൾ തന്നെ തലാഖില്ലാതെ നിക്കാഹ് ക്യാൻസലാകൂല എന്ന് മാത്രമല്ല, നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിൻ്റെ അനന്തരാവകാശം ആർക്ക് കിട്ടും? ആ കല്യാണം കഴിച്ച പെണ്ണിന് കിട്ടും. പക്ഷേ ഈ മുത്അത്ത് എന്ന് പറയുന്നത് അതൊന്നുമില്ല കേട്ടാ. തലാഖുമില്ല, മീറാസുമില്ല, അവകാശവുമില്ല, തലാഖുമില്ല എന്നതാണ് മുത്അത്തിൻ്റെ പ്രത്യേകത. അതും ഇസ്ലാമിലില്ല. അത് ഇപ്പോൾ ഷിയാക്കൾ എന്ന പേരിൽ ജനങ്ങൾ മനസ്സിലാക്കി വരുന്ന റാഫിദികൾ ചെയ്യുന്ന സൈസിലുള്ള നിക്കാഹാണത്. അതുപോലെ തന്നെ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇസ്ലാം വിരോധിച്ച നിക്കാഹുകളിൽ പെട്ടതാണ്, അഥവാ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിക്കാഹിൽ പെട്ടതാണ് നിങ്ങളെ പെങ്ങളെ എനിക്ക് കെട്ടിച്ച അതിന് പകരം ഞാൻ എൻ്റെ പെങ്ങളെ കെട്ടിച്ചേരാം. ഷിഗാർ എന്ന് പറയും. അതെന്താണ്? പാടില്ല. അത് ഇസ്ലാം വിരോധിച്ചതായ നിക്കാഹാണ്, മനസ്സിലായില്ലേ? നിബന്ധന വെക്ക, ഞാൻ നിങ്ങളെ അത് മഹർ വേറെ കൊടുക്കാതിരിക്കട്ടെ, എൻ്റെ പെങ്ങളെ കെട്ടിച്ച് തരികയാണെങ്കിൽ നിങ്ങളെ പെങ്ങളെ ഞാൻ കെട്ടാം. അതായത് എനിക്ക് നിങ്ങളുടെ പെങ്ങളെ കെട്ടിത്തരികയാണെങ്കിൽ ഞാൻ എൻ്റെ പെങ്ങളെ നിങ്ങൾക്ക് കെട്ടിച്ചു തരാം, നിബന്ധന വെച്ചുകൊണ്ടുള്ളതായ നിക്കാഹ്. അതും ഇസ്ലാം വിരോധിച്ചതായ ഭാഗമാണ്. സഹീഹ ഹദീസിൽ ബുഖാരിയിൽ തന്നെ അത് വിരോധിച്ചതായ ഭാഗങ്ങൾ കാണുന്നു. നമുക്ക് നിക്കാഹിനെ കുറിച്ച് വിശദീകരിച്ച് ഞാൻ സംസാരിച്ച കാലഘട്ടത്തിൽ അതിൻ്റെ ഹദീസുകളുടെ നമ്പറൊക്കെ ക്ലിയറായിട്ട് പറഞ്ഞ് ഞാൻ സംസാരിച്ചതായിട്ട് ഓർക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വിഷയം ഇപ്പോൾ നിക്കാഹ് എന്നതല്ല, നമ്മുടെ വിഷയം ഖദീജയുടെ നിക്കാഹ് റസൂലുമായിട്ട് എന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇസ്ലാമിക നിക്കാഹാകുമ്പോൾ അതിൽ എന്ത് വേണം? അതിൽ ഒലിയ് വേണം. ഒലിയില്ലാതെ നിക്കാഹില്ല. ലാ നിക്കാഹ ഇല്ല ബിവലി. ഒലിയില്ലാതെ നിക്കാഹില്ല. അത് ഹദീസ് സഹീഹാണ്, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതുപോലെ തന്നെ ലാ തുസവ്വിജുൽ മർഅതു നഫ്സഹ, ഒരു പെണ്ണ് അവളുടെ സ്വശരീരത്തെ കെട്ടിച്ചു കൊടുക്കലില്ല.
നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന രജിസ്റ്റർ കല്യാണം ഉണ്ടല്ലോ. സ്വന്തം തന്നെ പോയിട്ട് കോർട്ടിൽ ഹാജരായിട്ട് ഞാൻ ഇന്നാളെ സ്വീകരിച്ചു എന്ന് പറയുന്ന പദ്ധതി ഉണ്ടല്ലോ. ഞാൻ ഞാൻ നിക്കാഹ് ചെയ്തു കൊടുത്തു. അതൊന്നും ഇസ്ലാമിൽ ഇല്ലാത്തതായ ഭാഗമാണ്. അതൊക്കെ ഇസ്ലാം വിരോധിച്ചതാണ്. അതൊക്കെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായതായ ചില നിക്കാഹുകളുടെ കൂട്ടത്തിൽ ഹറാമാക്കപ്പെട്ട ഇസ്ലാം വിരോധിച്ചതായ നിക്കാഹുകളിലാണ് പെടുക. അപ്രകാരം തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വ്യാപകമായി കാണുന്ന ഒരു നിക്കാഹുണ്ട്. അതെന്താണ്? ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവളെ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഖേദിച്ചതിൻ്റെ ശേഷം പെണ്ണിനെ മടക്കിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഒരു മുഹല്ലിലിനെ സെലക്ട് ചെയ്യുക. മുഹല്ലിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹലാലാക്കി കൊടുക്കുന്ന വ്യക്തിയെ സെലക്ട് ചെയ്യുക. ഹലാലാക്കി കൊടുക്കലല്ലാതെ ഹറാമ തന്നെയാണ്. ഹലാലാവൂല അവൻ അങ്ങനെ ആ നിബന്ധന വെച്ചിട്ട് കല്യാണം കഴിച്ചാൽ. നേരത്തെ പറഞ്ഞതായ മുത്തഅത്തിന്റെ നിക്കാഹ് പോലത്തെ നിബന്ധനയാണ് അതിൽ വരിക. എന്താണ്? നീ എനിക്ക് താൽക്കാലികമായിട്ട് ഇവളെ കല്യാണം കഴിച്ചിട്ട് അവളെ പെട്ടെന്ന് നീ തലാക്ക് ചൊല്ലി കളയുക. എന്നാൽ ഞാൻ അവളെ വീണ്ടും മടക്കിയെടുക്കാം. എൻ്റെ സ്വന്തം ഭാര്യയാണ്, ഞാൻ മുമ്പ് കല്യാണം കഴിച്ച ഭാര്യയാണ്, ഞാൻ അവിചാരിതമായിട്ട് തലാക്ക് ചൊല്ലിപ്പോയി, അതുകൊണ്ട് എനിക്ക് വീണ്ടും മടക്കിയെടുക്കണമെങ്കിൽ വേറെ നിക്കാഹും കല്യാണം കഴിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടൊരു മുഹല്ലിലിനെ നിർണ്ണയിക്കുക. ആടിനോടാണ് തുല്യപ്പെടുത്തിയത് ഹദീസ്. അതുകൊണ്ട് മുഹല്ലിൽ എന്ന് പറയുന്ന പദ്ധതി അത് ഇസ്ലാമിൽ അനുവദനീയമല്ല, പാടുള്ളതുമല്ല. അവൻ ഹദീസിൻ്റെ ഭാഷയിൽ ശപിക്കപ്പെട്ടവൻ കൂടിയാണ്. ഇപ്പോൾ നാം ഇസ്ലാമിക നിക്കാഹിന് മുമ്പ് അനിസ്ലാമിക നിക്കാഹ് താരതമ്യേന പഠിക്കുക എന്നതുകൂടി ചെറിയ ഷോർട്ടായ രൂപത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ നുബുവത്തിന് മുമ്പ്, റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ അവർ പേരെടുത്തതായ സരിയ്യത്തായിരുന്നു. സരിയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വളരെ കാശുള്ളതായ, നമ്മുടെ നാട്ടിൽ കോടീശ്വരൻ എന്ന് പറയുന്ന ആ രൂപത്തിലുള്ള പേരെടുത്ത കച്ചവടക്കാരിയായിരുന്നു. മക്കക്കാർ പൊതുവിൽ കച്ചവടക്കാരായിരുന്നു. മക്കക്കാർക്ക് യമനിലേക്ക് കച്ചവടത്തിന് ബിസിനസ്സിന് വേണ്ടി കൊല്ലം പ്രതി പോകുന്ന പദ്ധതികൾ ഉണ്ട്. അപ്രകാരം തന്നെ അവർ ഷാമിലേക്ക് പോകാറുണ്ട്, മറ്റു പട്ടണങ്ങളിലേക്ക് പോകാറുണ്ട്. പണ്ട് തന്നെയുണ്ട്. ആ മക്കയിൽ ഉണ്ടായിരുന്നതായ സമ്പ്രദായത്തിൽപ്പെട്ടതായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹ. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമുമായുള്ളതായ നിക്കാഹ് ബന്ധം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവർ സമ്പത്തുള്ളവരായി അറിയപ്പെട്ടിരുന്നു. വളരെ പേരും പ്രശസ്തിയുമുള്ളവരായി മാറിയിരുന്നു. എന്ന് മാത്രമല്ല അവർ ബുദ്ധിമതിയായിരുന്നു. നല്ല ബിസിനസ് ചെയ്യാൻ വേണ്ടി നന്നായി ബ്രെയിൻ വർക്ക് ചെയ്യണമല്ലോ, പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വളരെ മക്ക നേതാക്കൾ ഇഷ്ടപ്പെട്ടിരുന്നു. അവരെ കല്യാണം കഴിച്ച് കിട്ടണമെന്ന് പൂതി വെച്ചിരുന്നു എന്നിവരേക്കും ചരിത്രത്തിൽ കാണാം ഖദീജയെ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി ഖദീജ റളിയല്ലാഹു തആല അൻഹയെ അബൂഹാല കല്യാണം കഴിച്ചിരുന്നു. അബൂഹാല കല്യാണം കഴിച്ചതിൽ ഹിന്ദി എന്ന കുട്ടി ജനിച്ചിരുന്നു. ആർക്ക്? ഖദീജയ്ക്ക്. അത് ജാഹിലിയ കാലഘട്ടത്തിലാണ്. അബൂഹാല ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ശേഷമോ മുമ്പോ എന്നതിലും ചർച്ചയുണ്ട്. അതീഖ് എന്ന വ്യക്തിയും കല്യാണം കഴിച്ചിട്ടുണ്ട്. അവരിലും കുട്ടിയുണ്ടായിട്ടുണ്ട്. അവരുടെ കുട്ടിയുടെ പേരും ഹിന്ദി എന്ന് നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ അബൂഹാലയുടെ ഹാലയും ഹിന്ദും, അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഹിന്ദും, അങ്ങനെ ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുമായി കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് മക്കളുണ്ട് എന്ന് അതിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. പല ഹദീസുകളും അതിൽ ഹസനാക്കിയിട്ടുണ്ട് പണ്ഡിതന്മാരെങ്കിലും മിക്ക ഹദീസുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അഥവാ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ബുഹൈറയോടുകൂടിയുള്ളതായ യാത്ര, ഷാമിലേക്കുള്ള യാത്ര, അതൊക്കെ അസ്ലി യാത്ര സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വിശദാംശങ്ങൾ നൽകുന്നതായ ഹദീസുകളൊക്കെ ലൈഫായിട്ടാണ് ഞാൻ കണ്ടത്. അപ്രകാരം ഞാൻ കണ്ടതെന്നല്ല, പണ്ഡിതന്മാർ സ്ഥിരീകരിച്ചത് അങ്ങനെയാണ്. മഹാനായ ഇമാം ദഹബിയെ പോലത്തവർ. ഞാനെന്ന് പറയാൻ എനിക്ക് അധികാരവുമില്ല, അവകാശവുമില്ല. എന്തുകൊണ്ട്? നാമൊക്കെ വെറും വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ വിശാലമായ വിജ്ഞാന സമുദ്രത്തിൻ്റെ മുമ്പിൽ. സഹോദരന്മാരെ, സഹോദരികളെ, അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൈസറ എന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹ അവരുടെ
റസൂലുമായി ബന്ധപ്പെട്ട് കല്യാണം സംഭവിക്കുന്നതിന് മുമ്പ് അവർ കച്ചവടത്തിന് വേണ്ടി നല്ല നല്ല കൊള്ളുന്ന കഴിവും കൽപ്പുമുള്ളതായ പുരുഷന്മാരെ റിജാലിനെ സെലക്ട് ചെയ്യാറുണ്ടായിരുന്നു. അടിമകളാവട്ടെ അല്ലാത്തവരാവട്ടെ, അഥവാ ശമ്പളത്തിനാണ് സെലക്ട് ചെയ്യുക. എന്തിനാണ്? ബിസിനസ്, ഇവരുടെ ബിസിനസ് നടത്താൻ വേണ്ടി, അവരെ ഷാമിലേക്ക് അയക്കാൻ വേണ്ടി, അവരെ യമനിലേക്ക് അയക്കാൻ വേണ്ടി. യമനിലേക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ളതായ ഹമീസ് മിഷേത്ത് എന്ന് പറയുന്ന ആ നാട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ എന്ന് ചില ഹദീസുകളിൽ കാണുന്നു. മൈസറയോട് കൂടി പോയ പോക്ക്, അല്ലെങ്കിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പ്രതിനിധിയോട് കൂടി പോയതായ പോക്ക്, അത് യമനിലേക്കുള്ള പോക്ക് എന്നാണ് ഹദീസിൽ കാണുന്നത്. അതിൻ്റെ വിശദാംശത്തിൽ ഖമീസ് മിഷേത്ത്, പണ്ടത്തെ കാലഘട്ടത്തിൽ ഖമീസ് മിഷേത്ത് എന്ന് പറയുമ്പോൾ, അബ്ഹ എന്ന് പറയുമ്പോൾ അതൊക്കെ എന്താണ്? തായിഫ് മുതൽ അങ്ങോട്ട് യമൻ തന്നെയാണല്ലോ, പറയേണ്ടതില്ല. അതുകൊണ്ട് ഇപ്പോഴും ആ നാട്ടുകാർ അഭിമാനിക്കാറുണ്ട്. റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹ് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടുകാർ ഇന്ന് വരെ അഭിമാനിക്കാറുണ്ട്. അപ്പോൾ കൊള്ളുന്നവരെ ആണ് സെലക്ട് ചെയ്യൽ എന്നും, ആ മഹദി കൊള്ളുന്ന സ്ത്രീകൾ കൊള്ളുന്നവരാകുമ്പോൾ സ്ത്രീകളെ പറഞ്ഞ് അഭിമാനിക്കാറുണ്ട്. അങ്ങനെയുള്ള കൊള്ളുന്ന പെണ്ണുള്ളതായ തറവാട്ടിൽപ്പെട്ടവർ നിങ്ങൾക്കറിയാവുന്നതുപോലെ. ഞാൻ റിയാദിലായിരുന്നു അല്പം മുമ്പ്. റിയാദിൽ ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ മുമ്പിൽ കൂടി വിട്ട് കടന്നപ്പോൾ അവിടെ ജാമിഅത്ത് നൂറ എന്ന യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ കൂടി ഞങ്ങൾ വിട്ട് കടന്നു. അമീറ നൂറ ആരുടെ പങ്ങളാണെന്നറിയാമോ? അബ്ദുൽ അസീസ് രാജാവിൻ്റെ പങ്ങളാണ്. അബ്ദുൽ അസീസ് രാജാവ് ആ പെങ്ങളെ ബഹുമാനിച്ച് ആദരിച്ച് അവരുടെ പ്രത്യേകത കാരണത്താൽ പറയാറുണ്ടായിരുന്നു, അഭിമാനിക്കാറുണ്ടായിരുന്നു, ഞാൻ അബ്ദുൽ അസീസ് ആരാണെന്നറിയാമോ? നൂറയുടെ ആങ്ങളയാണെന്ന് പറയും. നൂറയുടെ ആങ്ങളയാണെന്ന് പറയാറുണ്ടായിരുന്നു. എന്തേ? നൂറ വളരെ അവരുടെ തറവാട്ടിൽ കൊള്ളുന്ന മഹദിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെണ്ണിലേക്ക് ചേർത്ത് അഭിമാനിക്കാറുണ്ടായിരുന്നു അറബികൾ. ഉദാഹരണം മാത്രം, തുല്യത ഉള്ളതുകൊണ്ടല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ധാരാളം തെളിവുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ അവരുടെ പേരിൽ അവിടെ എന്തുണ്ട്? ഒരു വലിയ യൂണിവേഴ്സിറ്റി തന്നെയുണ്ട്. ആ യൂണിവേഴ്സിറ്റി എല്ലാ വിദ്യാഭ്യാസങ്ങളും പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അത് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന, ഇടതുഭാഗത്ത് ലഭിക്കുന്ന വലിയ 2 യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് ജാമിഅത്തുൽ ഇമാം യൂണിവേഴ്സിറ്റി, മറ്റൊന്ന് ജാമിഅ നൂറ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതുപോലെ മക്കയിൽ ജാഹിലിയ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കാറുണ്ട്? ജനങ്ങൾ പേരും പെരുമയുമുള്ള ആളായി മാറാൻ വേണ്ടി ഖദീജയെ കല്യാണം കഴിച്ച് കിട്ടണമെന്ന് പൂതി വെക്കുന്നവരുണ്ടായിരുന്നു റിജാലുകളുടെ കൂട്ടത്തിലെന്നാണ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ബനു ഹാഷിം ഗോത്രക്കാർ ശ്രദ്ധിച്ചത്. ആര്? ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബും അപ്രകാരം അബൂ താലിബും ഖദീജയെ നമ്മുടെ കുട്ടിക്ക് മുഹമ്മദിന് കല്യാണം കഴിച്ചു കൊടുത്താൽ തരക്കേടില്ല എന്നത്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതൊരു പക്ഷേ ആ വിവരം ഖദീജയ്ക്ക് ലഭിച്ച് കാണും. എന്തേ? ഖദീജ റളിയല്ലാഹു തആല അൻഹ ബുദ്ധിമതിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ബുദ്ധിമതിയായ ആ മഹാവ്യക്തിത്വം എന്ത് ചെയ്തിരുന്നു? സെലക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ചപ്പോൾ അവരിലുണ്ടായിരുന്നതായ പ്രത്യേകതകളും അവരിലുണ്ടായിരുന്നതായ ആ സൂക്ഷ്മതയും അവരിലുണ്ടായിരുന്നതായ സിദ്ഖും അമാനത്തും അവരിലുണ്ടായിരുന്നതായ ആ റുജൂലത്തും എല്ലാം അവരുടെ കൂടെ അയച്ചതായ അടിമകളിലൂടെ, പ്രത്യേകിച്ച് ചരിത്രത്തിൽ കാണുന്ന മൈസറ എന്ന അബൂ ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഹിഷാമിനെ പോലത്തവരെ മൈസറയെ പ്രത്യേകം പറയുന്നുണ്ട്. ഇങ്ങനെ ഈ സന്ദർഭത്തിൽ ആ മൈസറയിലൂടെയെല്ലാം ആ ഖദീജക്ക് ലഭിച്ചിട്ടുമുണ്ട്. അത് കാരണത്താൽ ഖദീജക്ക് വളരെ മതിപ്പുണ്ടായിട്ടുണ്ട് റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ. അതുകൊണ്ട് നഫീസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീ മുഖേനയാണ് അവരുമായിട്ട് ബന്ധമുണ്ടാക്കാനുള്ളതായ ഖിത്ബത്ത് നടത്താനുള്ളതായ പെണ്ണുങ്ങൾ മുഖേന ചർച്ച നടക്കുക, 2 കുടുംബത്തിൻ്റെ ഇടയിൽ. എന്നിട്ട് പിന്നെ പുരുഷന്മാർ അത് ഏറ്റെടുക്കുക. എന്നിട്ട് പുരുഷന്മാർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് പിന്നെ കൊള്ളുന്ന ഒലിയ് ഏറ്റെടുത്ത് ഒലിയും അവരുടെ രണ്ട് ഭാഗത്തിൽ നിന്നിട്ടുള്ള നേതൃത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാഗത്തിൽ നിക്കാഹിന് വേണ്ടി വിശദാംശങ്ങൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുക. ഈ വിഷയത്തിൽ
ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ അസ്ല് സംഭവം സഹീഹായിട്ട് കാണുന്നുണ്ടെങ്കിലും വിശദാംശങ്ങളെല്ലാം സഹീഹായ ഹദീസുകളിൽ കാണുന്നില്ല. പിന്നെയോ ഹിസ്റ്ററി ഗ്രന്ഥങ്ങളിൽ സ്ഥിരീകരിക്കപ്പെട്ടതെന്ന് മാത്രം. കാരണം സംഭവിക്കുന്നത് ഇസ്ലാമിന് മുമ്പാണ്. അപ്പോൾ വളരെ ഹസനുൻ ലി ഗൈരിഹി ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായ ഹദീസുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും ഖദീജയുമായിട്ട് നടന്നതായ നിക്കാഹിനെ കുറിച്ച് കാണാൻ സാധിച്ചത്. അപ്പോൾ അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റസൂലുള്ളാഹിയെ സെലക്ട് ചെയ്ത് അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അബൂ താലിബ്, ഹംസ ഇവരൊക്കെ സന്നിധരായി. അതുപോലെ തന്നെ അവരുടെ കുടുംബക്കാർ അവിടെ സന്നിധരാവുകയും ചെയ്തു. എന്നിട്ട് ചരിത്ര ഗ്രന്ഥകർത്താക്കളൊക്കെ പറയുന്നതായ ഖുതുബകളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ മാത്രമുണ്ട് എന്നതല്ലാതെ ഹദീസിലൂടെ കാണാൻ സാധിക്കുന്നതല്ല. അബൂ താലിബിൻ്റെ പ്രസംഗം, അബൂ താലിബോടെ അവരുടെ റസൂലുള്ളാഹിൻ്റെ ഭാഗത്തിൽ നിന്നിട്ട് പ്രസംഗിക്കുകയുണ്ടായി എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. ആ കാണുന്നതായ അബൂ താലിബ് ഉപയോഗിച്ചതായ ആ പദങ്ങൾ വളരെ അർത്ഥഗാംഭീര്യങ്ങളുള്ളതായ പദങ്ങളായതുകൊണ്ട് തന്നെ ആ പദങ്ങളെ പല സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും മദ്രസകളിലുമെല്ലാം പഠിപ്പിക്കാറുണ്ട് സാഹിത്യ ശൈലി ആയതുകൊണ്ട്. അതിൽ പെട്ടതാണ് ഫഇൻകാന ഫിൽ മാലി ഖില്ലുൻ ഫഇന്നൽ മാൽ ഖില്ലുൻ ഫഇൻകാന ഫിൽ മാലി ഖില്ലുൻ ഫഇന്നൽ മാല ളില്ലുൻ സായിൽ വആരിയത്തുൻ മുസ്തർജഅ എന്ന് അബൂ താലിബ് പറഞ്ഞ വാക്കുകളിൽ പെട്ടതാണ്. നല്ല അബൂ താലിബ് സാഹിത്യകാരനാണ്. അദ്ദേഹം ധാരാളം കവിതകൾ ചൊല്ലിയ വ്യക്തിയാണ്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് മൂപ്പര് പ്രസംഗിച്ച് കാണും. അതൊന്നും നമുക്ക് എതിർക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് ചരിത്രത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടതായ ഭാഗമാണ് എന്നല്ലാതെ ഹദീസുകളിൽ സ്ഥിരീകരിക്കപ്പെട്ടതല്ല താനും. പക്ഷേ അവിടെ ഖദീജയുമായി നടന്നതായ നിക്കാഹ് ഞാൻ നേരത്തെ പറഞ്ഞു ഹസനാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിക നിക്കാഹായിട്ട് നാം ഇപ്പോൾ അംഗീകരിക്കുന്ന ആ സൈസിലുള്ള നിക്കാഹാണ് ഖദീജയുമായിട്ട് നടന്നത് എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എന്തിനാണ് അങ്ങനെ തന്നെ ഞാൻ മടക്കി പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിക്കാഹ് കഴിക്കുമ്പോൾ നുബുവത്ത് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് അപ്പോൾ ആരും ധരിക്കരുത് അത് അനിസ്ലാമിക നിക്കാഹ് ആയിരുന്നു, റസൂലുള്ളാഹിക്ക് നടന്നതല്ല. ഇസ്ലാം അംഗീകരിച്ച നിക്കാഹ് തന്നെയാണ്. റസൂലുള്ളാഹിക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പാണ് സംഭവിച്ചതെങ്കിലും നടന്നത് അതും എന്തിൽപ്പെട്ടതാണ്? ഇർഹാസാത്തിൻ്റെ ഒരു ഭാഗമാണ്. മുഇസ്സത്തി എന്ന് നമുക്ക് നുബുവത്ത് കിട്ടിയ ശേഷം പറയാൻ പറ്റുന്ന ഇർഹാസാത്ത് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗമാണ്. അള്ളാഹ് സെലക്ട് ചെയ്യാൻ പോവാണ്, അള്ളാഹ് സെലക്ട് ചെയ്ത വ്യക്തിയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമ്മത്ത് ആരാധിക്കാതിരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ബിംബങ്ങൾക്ക് അർത്ഥത്തിനെ തിന്നാതിരുന്നത് എന്നീ കാര്യങ്ങളൊക്കെ അതിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, ഖദീജൻ്റെ മുമ്പത്തെ ഭർത്താക്കന്മാരിൽ അതീഖ് എന്ന ഒരാളെ പേര് പറഞ്ഞല്ലോ അല്ലേ, അതീഖ് ഇബ്ന് ആയിദ് അൽ മഖ്സൂമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ചരിത്രത്തിൽ കാണുന്നത്. അപ്പോൾ മഖ്സൂം ഗോത്രം അബൂജഹലിൻ്റെ ഗോത്രം ഖുറൈശി വംശത്തിൽപ്പെട്ട ആളാണ് എന്നർത്ഥം. അപ്രകാരം തന്നെ അബൂ ഹാലയുടെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. അയാൾ പേര് കേട്ടത് ഖുറൈശി വംശത്തിൽ ഇബ്നു ഖുസൈ, റസൂലുള്ളാഹിന്റെ വാപ്പമാരിൽ ഖുസൈ ഉണ്ടല്ലോ, ആ ഖുസൈയുമായിട്ട് ബന്ധമുണ്ട് അവർക്ക്. സഹോദരന്മാരെ, സഹോദരികളെ, എന്നാൽ നാം ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കല്യാണം പറയുമ്പോൾ ചരിത്രഗ്രന്ഥങ്ങൾ പറയും പോലെ നീട്ടിപ്പറയാൻ എനിക്ക് പൂതിയില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ നീട്ടിപ്പറയാൻ എന്തില്ല, നമ്മുടെ കൂടെ ഹദീസുകളുടെ ഇതില്ല, സഹായമില്ല.
അതുകൊണ്ട് നമ്മുടെ പതിവിൽപ്പെട്ടതാണ് ഇത് സ്ഥിരീകരിക്കപ്പെട്ടതായ കാര്യങ്ങളെ മാത്രം നാം ചരിത്രങ്ങൾ പറയുമ്പോൾ പറയുക. കഴിയുന്നതും ദഈഫായതോ മൗദൂ ആയതോ ആണെങ്കിൽ ഒഴിവാക്കുക. പ്രത്യേകം റസൂലുള്ളാഹിലേക്ക് ചേർത്ത് പറയുന്നതാണെങ്കിൽ ഒഴിവാക്കുക എന്നത് കാരണത്താലാണ് അത്തരം കാര്യങ്ങൾ നാം വേണ്ടാന്ന് പറഞ്ഞത്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയുമായിട്ട് നടന്നതായ നിക്കാഹോട് അനുബന്ധിച്ചിട്ട് ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്നതായ നിക്കാഹുകളെ നാം പഠിച്ചു മനസ്സിലാക്കി. അത് നിർബന്ധമായി നാം ഗ്രഹിക്കേണ്ട ഭാഗമാണ്. ഞാൻ യാത്രയിലായിരുന്നു, ഞാൻ പ്ലെയിനിലിരുന്നിട്ട് ഓർമ്മിച്ചതായ ചില കാര്യങ്ങൾ വീണ്ടും വീട്ടിൽ വന്നിട്ട് ഒന്നും അങ്ങും ഇങ്ങും മറിച്ച് തിരിച്ചു നോക്കിയിട്ടാണ് നിങ്ങളോടിപ്പോൾ എന്ത് ചെയ്തത്, ഈ വിശദീകരണം നൽകിയത്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഖദീജ റളിയല്ലാഹു തആല അൻഹയുമായിട്ട് ബന്ധപ്പെട്ട് അവർ കല്യാണം ആരംഭിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ എന്ത് സംഭവിക്കുന്നത്. നിക്കാഹ് നടന്ന ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിക്കാഹ് നടക്കുന്ന സന്ദർഭത്തിൽ 25 വയസ്സായിരുന്നു എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയെ കല്യാണം കഴിക്കുന്ന സന്ദർഭത്തിൽ 40 വയസ്സായിരുന്നു ഖദീജയ്ക്ക് ഉണ്ടായിരുന്നത് എന്നും പറയുന്ന സംഭവങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നൽകാം ഇൻഷാ അല്ലാഹ്. പക്ഷേ 40 എന്നതായ വാർത്തകളും അതും വാഖിദി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പണ്ഡിതന്മാർ മുമ്പിലിരിക്കുന്നുണ്ട്. വാഖിദിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവരിപ്പോൾ പറയും അദ്ദേഹം ഹദീസ് അംഗീകരിക്കാൻ പറ്റുന്ന വ്യക്തിയല്ലല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതായ റിവായത്തിൽ കൂടിയാണ് ഖദീജയ്ക്ക് 40 എന്നത്. വേറെ റിപ്പോർട്ടുകളിൽ 28 വയസ്സായിരുന്നു ഖദീജക്ക് എന്നും കാണുന്നുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, ഖദീജ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് 2-3 ഹദീസുകൾ സഹീഹായിട്ട് റസൂൽ പറഞ്ഞതായ ഹദീസുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് സമാപിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റസൂലുള്ളാഹ് 4 ലൈന് വരഞ്ഞു, ഖത്ത 4 ഖുതൂത്ത്, 4 ലൈന് വരഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്ത് പഠിപ്പിച്ചു തരാനാണ് ഞാനിത് കാട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ? അപ്പോൾ അള്ളയും റസൂലും അറിയുമെന്ന് മറുപടി ലഭിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്നതി, സ്വർഗത്തിലുള്ളതായ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പെണ്ണുകൾ സ്ത്രീകൾ. എന്നിട്ട് പറയുകയുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരൊക്കെയാണ്? മറിയമ ബിൻത്ത് ഇമ്രാൻ, അപ്രകാരം തന്നെ ഖദീജ ബിൻത്ത് ഖുവൈലിദ്, ഫാത്തിമ ബിൻത്ത് മുഹമ്മദ്, ആസിയ ഇബ്നത്ത് സാഹിം അല്ലേ? ഈ 4 പെണ്ണുങ്ങളെ സ്ത്രീകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ എണ്ണി. അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ പോകുന്ന സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എണ്ണിയത്. ഈ ഹദീസ് തബറാനി റിപ്പോർട്ട് ചെയ്യുന്നു, അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു, അബൂ യഅല റിപ്പോർട്ട് ചെയ്യുന്നു. സഹീഹായ റിജാലുകളിലൂടെയാണ് ഇന്ന് പണ്ഡിതന്മാർ പറയുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി പറയുന്നു സഹീഹായ ബുഖാരിയിൽ ഉള്ള ഹദീസ് 3815 ഖൈറു നിസാഇഹാ, ബനു ഇസ്രായേലികൾ, അഹ്ലി കിതാബുകൾ, ബനു ഇസ്രായേലികളിൽ ഉത്തമ സ്ത്രീ മറിയം അലൈഹസ്സലാമാണ്. വഖൈറു നിസാഇഹാ, മുഹമ്മദിന്റെ ഉമ്മത്തുകളിൽ ഉത്തമമായ സ്ത്രീ അത് ഖദീജയാണ്. ഇത് ബുഖാരിയിലുള്ള ഭാഗമാണ്. മുസ്ലിമിൽ 2430, ബുഖാരിയിൽ 3815. അതെ, അപ്രകാരം തന്നെ ബുഖാരിയിൽ 3820 മുസ്ലിമിൽ 2432 കാണുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വരികയുണ്ടായി. റസൂലുള്ളാഹി പറയുന്നു, എൻ്റെ അടുക്കിലേക്ക് ജിബ്രീൽ വന്നു. എന്നിട്ട് ജിബ്രീൽ പറയുകയുണ്ടായി ഖദീജയെക്കുറിച്ച്. അതാ ഖദീജ പാത്രവുമായി കടന്നു വരികയാണ്. ആ പാത്രത്തിൽ ഭക്ഷണമുണ്ട്, ഇദാമുണ്ട്, ഭക്ഷണമുണ്ട്, പാനീയമുണ്ട്. ആ സന്ദർഭത്തിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അവർ നിങ്ങളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, വരുന്നുണ്ട് എന്ന് വാർത്ത റസൂലിനോട് പറയാണ്, ഇതാ നിങ്ങളുടെ ഭാര്യ ഭക്ഷണവുമായിട്ട് വരുന്നുണ്ട്, അവർ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് പറയുക എന്ത്? അള്ളാഹു നിങ്ങൾക്ക് സലാം പറയുന്നുണ്ട്, ഞാനും അവർക്ക് സലാം പറയുന്നുണ്ട് എന്ന് നിങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇത് അവരുടെ പ്രത്യേകതയായിട്ട് ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഭാഗമാണ്. അതുകൊണ്ടാണ് ഏറ്റവും റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ട, ഏറ്റവും റസൂലുള്ളാഹി സ്നേഹിച്ച റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരിൽ ഖദീജയാണ് ഫസ്റ്റിൽ. അത് കഴിഞ്ഞാലാണ് എന്ത്? ആയിഷ വരിക.
എന്തുകൊണ്ട് ആയിഷാൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഖദീജയെ പുകഴ്ത്തലും വാഴ്ത്തലും ധാരാളമായി റസൂൽ നടത്തുമ്പോൾ ആ തള്ളയെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന ശൈലി ഒരു അവസരത്തിൽ ഉപയോഗിച്ചപ്പോൾ അത് തള്ളയല്ല, നിങ്ങൾക്ക് അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ലോകം മുഴുവനും നിങ്ങൾ കള്ളം പറയാണെന്ന് പറഞ്ഞപ്പോൾ അവരാണ് നിങ്ങൾ സത്യം പറയാണെന്ന് പറഞ്ഞത്. വേറെ ആരും അന്ന് എന്നെ സഹായിക്കാൻ കിട്ടിയിട്ടില്ല. ലോകം മുഴുവനും എന്നെ സഹായിക്കുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോൾ എന്നെ സഹായിച്ചത് ഖദീജയുടെ സമ്പത്തും ഖദീജയുമാണ് എന്ന് മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് പറയുകയുണ്ടായി. മുഴുവൻ കുട്ടികളെ, ഇബ്രാഹിം എന്ന അടിമ സ്ത്രീയിലുള്ള കുട്ടി ഒഴിച്ച് മുഴുവൻ എൻ്റെ 6 കുട്ടികളെ അള്ളാഹ് നൽകിയത് ആ പെണ്ണിൽ നിന്നിട്ടാണ്, ആ ഖദീജയിൽ നിന്നിട്ടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ റസൂലുള്ളാഹി അവരുടെ പ്രത്യേകത ഇങ്ങനെ പറഞ്ഞ് പ്രയാസപ്പെട്ടപ്പോൾ ആയിഷ പറഞ്ഞു, അതിനുശേഷം പിന്നെ ഞാൻ മരണം വരെ എന്ത് ചെയ്തിട്ടില്ല, റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട് ഖദീജയെ പ്രയാസപ്പെടുത്തുന്ന രൂപമാകുന്ന ഖദീജയെ ആക്ഷേപിക്കുന്ന കുറവുകളൊന്നും തന്നെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഇതൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നത് അവരെന്നെയാണ്, ആയിഷ തന്നെയാണ് പറഞ്ഞിരുന്നത് സംഭവമൊക്കെ. അപ്പോൾ അതിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം അവരുടെ നിഷ്കളങ്കത, അവരുടെ ആത്മാർത്ഥത, അവരുടെ മതത്തിനോടുള്ളതായ ആ സ്നേഹവും ബന്ധവും. അതാണ് നാം പഠിക്കേണ്ടത്. സഹാബാക്കൾ അവരെ എന്ത് കാട്ടിയാലും ദീനിൻ്റെ കാര്യത്തിൽ വഞ്ചകന്മാരല്ല. അതുകൊണ്ടാണ് ആണാവട്ടെ പെണ്ണാവട്ടെ സഹാബാക്കളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതും ആദരിച്ചതും അവരുടെ ബേക്കിൽ കൂടിയവർക്കേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ എന്ന് മുഹമ്മദിന്റെ ഉമ്മത്തുകളോട് പറഞ്ഞതും അവരുടെ ബേക്കിൽ കൂടാൽ നിർബന്ധമാണ് എന്ന് ഖുർആൻ നിർബന്ധം പുലർത്തിയതും അതുകൊണ്ട് തന്നെയാണ്. അതാണ് നാം സാധാരണ ബുദ്ധിപൂജകന്മാരോട് പറയാറുള്ളത്. സഹാബാക്കൾ ഖുർആനെ പഠിച്ചതുപോലെ ചിന്തിച്ചതുപോലെ നിങ്ങൾ പഠിക്കുക, ചിന്തിക്കുക. സഹാബാക്കൾ ഹദീസിനെ പഠിച്ചതുപോലെ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ ചിന്തിക്കുക, പഠിക്കുക. എന്നാലേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നാം സാധാരണ പറയാറുള്ള ശൈലിയാണ് ഇത്. യഥാർത്ഥത്തിൽ മഹദിയായ നമ്മുടെ നേതാവായ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പ്രത്യേകതയായിട്ട് സ്വർഗ സന്തോഷവാർത്ത ലഭിച്ചതായ ഒരു മഹദിയാണ്. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ സ്വർഗ സന്തോഷവാർത്ത ഖുർആൻ ഇറങ്ങിയ ശേഷം ഖുർആൻ്റെ വിശദാംശത്തോടു കൂടി അപ്രകാരം ഹദീസിലൂടെ ആണ് വരാറുള്ളത്. ഈ ഖദീജയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയോട് പറയുന്നു, ഖദീജ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെയുള്ളതാണ് സംഭവം, അവർക്കൊരു സന്തോഷവാർത്ത നൽകുക. അള്ളാഹ് സലാം പറയുന്നുണ്ട്, ഞാൻ സലാം പറയുന്നുണ്ട്. അവർക്ക് പരലോകത്തിൽ എന്തുണ്ട്? സ്വർഗമുണ്ട്. എന്താണ് ആ സ്വർഗത്തിൻ്റെ പ്രത്യേകത? മിൻ ഖസബിൻ ലാ സഖബ ഫീഹി വലാ നസബ്. അത് ചൂരൽ, സ്വർഗീയ ചൂരൽ കൊണ്ടുള്ളതായ സ്പെഷ്യൽ കെട്ടിടമാണ്. ആ സ്പെഷ്യൽ കെട്ടിടം പാലസ്, അതിൽ വേദനയില്ല, പ്രയാസമില്ല. കാരണം ദീനിന് വേണ്ടി ആദ്യം വേദനിച്ചവരവരാണ്, ദീനിന് വേണ്ടി പ്രയാസപ്പെട്ടവരവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടുപെട്ടവരവരാണ്. അതുകൊണ്ട് അവർക്ക് സ്വർഗ്ഗലോകത്തിൽ ഒരു സ്പെഷ്യലായിട്ട് വീട് അള്ളാഹു സമ്മാനമായി തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ആ മഹദിയായ ഖദീജയെക്കുറിച്ച് പറഞ്ഞു എന്ന് ബുഖാരിയിൽ കാണുന്നു. നമ്പർ ഞാൻ പറഞ്ഞു 3820 നമ്പർ ഹദീസ്, മുസ്ലിമിൽ 2432 നമ്പർ ഹദീസ്. ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ വിഷയത്തിനോട് വിട വാങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ അടുത്ത ക്ലാസ്സുകളിലെല്ലാം നമുക്ക് ഇനിയും നമ്മുടെ സീറത്തുൻ നബവിയ്യ എന്ന സുന്ദരമായ ആസ്വാദ്യകരമായ നമ്മുടെ അനുശ്ചിത നേതാവിൻ്റെ ചരിത്രത്തിലേക്ക് വിശദാംശത്തിലേക്ക് മടങ്ങുകയും ചെയ്യാം. അള്ളാഹു അതിന് ദീർഘായുസ്സും ആരോഗ്യവും ശാരീരിക സാമ്പത്തിക വിജ്ഞാന ശേഷിയും അപ്രകാരം ആത്മാർത്ഥതയും നൽകട്ടെ. നാം കഴിവിൻ്റെ പരമാവധി പൊതുമുഖങ്ങളെ സംഘടിപ്പിക്കാനും സമ്മേളിപ്പിക്കാനും പരിശ്രമിക്കുക. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.